അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മക്കൾക്കൊരു പനി ബാധിച്ചാൽ ഉറക്കം വരാതെ അവർക്ക് കൂട്ടിരിക്കുന്നവരാണ് മാതാപിതാക്കൾ. പ്രിയപ്പെട്ടവരെ, സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ ഏറെ സങ്കടമാണ്. ഏതൊരു മൃഗത്തിന് പോലും തൻ്റെ മക്കളോട് സ്നേഹവും ലാളനയും ഉണ്ടാകും. ഇതൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് പറയണമെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ട വാർത്തയാണിത്. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ്. അച്ഛൻ കൊടുത്ത ബിസ്ക്കറ്റ് കഴിച്ച് 1 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ് കുഴഞ്ഞു വീണു മരിച്ചു എന്നായിരുന്നു നമ്മളൊക്കെ അന്ന് വാർത്ത കേട്ടത്. ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ വന്നിരിക്കുകയാണ്. സത്യാവസ്ഥ കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഇയാളൊക്കെ ഒരു പിതാവ് തന്നെയാണോ? ആ പൊന്നുമോന് സംരക്ഷണം കൊടുക്കേണ്ട ഒരു പിതാവിൽ നിന്നാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. അതും 1 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനോട്. എന്ത് ക്രൂരനാണ് ഇയാൾ, എന്ത് ദുഷ്ടനാണ് ഇയാൾ. സംഭവം ഇങ്ങനെയായിരുന്നു ആ വാർത്ത വന്നിരുന്നത്. സംഭവ ദിവസം രാത്രി കുഞ്ഞിന് ഈ കുട്ടിയുടെ അച്ഛൻ ഷിജിൽ ബിസ്ക്കറ്റും മുന്തിരിയും കൊടുത്തു എന്നും ഇത് കഴിച്ചതിന് പിന്നാലെ കുട്ടിയുടെ വായിൽ നിന്നും നുരയും പതയും വരികയും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണപ്പെടുകയും ചെയ്തു. അന്ന് നമ്മൾ കേട്ട വാർത്ത 1 വയസ്സുകാരൻ കുഴഞ്ഞു വീണു മരിച്ചു എന്നായിരുന്നു. എന്നാൽ ആശുപത്രി അധികൃതർ അന്നേ സംശയം പ്രകടിപ്പിച്ചിരുന്നു. വിവരം പോലീസിനെ അറിയിക്കുകയും തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് കുഞ്ഞിൻ്റെ വയറ്റിൽ ക്ഷതം കണ്ടെത്തിയത്. ആ കുഞ്ഞിൻ്റെ കഴുത്തിലാണെങ്കിൽ മുറിവും കണ്ടെത്തിയിരുന്നു. അങ്ങനെ പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ അച്ഛൻ ഷിജിൽ കുറ്റം സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയണ്ടേ? സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വാർത്ത കേട്ടിട്ട്. പുലർച്ചെ 3 മണിക്ക് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ ആ കുഞ്ഞിനോട് കൊടും ക്രൂരതയാണ് ഇയാൾ കാണിച്ചത്. ആ പാവം മോന് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആ കുഞ്ഞിൻ്റെ വയറ്റിലിടിച്ച് വീഴ്ത്തി. തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിനുള്ള ദേഷ്യമാണ് ആ അച്ഛൻ കാണിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ കുഞ്ഞിന് ഒരു പനി ബാധിച്ചാൽ നമുക്കൊന്നും ഉറക്കം വരില്ല. അന്ന് നമ്മൾ ഉറങ്ങാതെ നമ്മുടെ പൊന്നു മക്കൾക്ക് വേണ്ടി നമ്മൾ കാവലിരിക്കും. എന്ത് അച്ഛനാണോടോ നീയൊക്കെ! അതിശക്തിയായി ആ കുഞ്ഞിൻ്റെ വയറ്റിൽ ഇടിക്കുകയായിരുന്നു. ആ പൊന്നുമോന് വേദന കൊണ്ട് കരഞ്ഞിട്ടും തിരിഞ്ഞുപോലും നോക്കാതെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങി ദുഷ്ടനായ അച്ഛൻ. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നടന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരനായ ഇഹാനാണ് മരണപ്പെട്ടത്. ഇതുപോലെ അച്ഛൻ്റെ കൊടും ക്രൂരതയ്ക്ക് മുന്നിൽ ബലിയാടാവുകയായിരുന്നു പാപം 1 വയസ്സുകാരൻ. പിതാവിൻ്റെ മർദ്ദനമേറ്റാണ് മരണപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ വയറ്റിൽ ശക്തമായ ആ ഒരു ഇടിയുടെ ആഘാതത്തിലാണ് കുഞ്ഞ് മരണപ്പെട്ടതെന്ന്. സംഭവത്തിൽ കാഞ്ഞിരകുളം സ്വദേശിയായ ഷിജിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 3 മണിക്ക് ആ കുട്ടി എഴുന്നേൽക്കുകയും കട്ടിലിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ കുട്ടി ഒരേ കരച്ചിലായിരുന്നു. ചെറിയ മക്കൾ അങ്ങനെ തന്നെയല്ലേ. അങ്ങനെ ആ കുഞ്ഞ് കരയുന്നത് കേട്ട് കുട്ടിയുടെ അമ്മ കൃഷ്ണപ്രിയ മുറിയിലെ ലൈറ്റ് ഇടുകയും ആ കുഞ്ഞിനെ എടുത്ത് ശുചിമുറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതോടെ ദേഷ്യം പിടിച്ച ഈ കുട്ടിയുടെ അച്ഛൻ ശകാരത്തിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞ് ബഹളമുണ്ടാക്കി. കുട്ടിയെ വൃത്തിയാക്കിയതിന് ശേഷം ആ അമ്മ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. ഈ അച്ഛനാണെങ്കിലോ ഈ കുട്ടി കാരണം ഉറക്കം പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബഹളമുണ്ടാക്കുകയായിരുന്നു. ഇതിനു ശേഷമാണ് സ്വന്തം അച്ഛൻ കട്ടിലിൽ കിടന്ന കുട്ടിയെ മടിയിലിരുത്തി വയറ്റിൽ കൈകൊണ്ടിടിച്ചത്. കുട്ടി വേദന കൊണ്ട് കരഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ല അയാൾ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പുറമേ മുറിവൊന്നും കാണാത്തതിനാൽ പാവം അമ്മ കുട്ടിയുടെ കരച്ചിൽ മാറ്റി കിടത്തി ഉറക്കുകയായിരുന്നു. അന്ന് വൈകിട്ടോടെയാണ് ആ കുട്ടിയുടെ അവസ്ഥ മോശമായത്. ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ കുട്ടി മരണപ്പെടുകയും ചെയ്തു. നമ്മളൊക്കെ നമ്മുടെ മക്കളെ നെഞ്ചത്ത് കിടത്തിയാണ് കിടന്നുറങ്ങുന്നത്. ഉമ്മ മക്കളെ തല്ലുന്നത് പോലും നമുക്കൊന്നും ഇഷ്ടമല്ല. ഇയാളോടൊക്കെ എന്താണ് പറയേണ്ടതെന്നറിയില്ല. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അല്ലാതെ സങ്കടം തോന്നി. ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖമാണ് മനസ്സിൽ. ആ പൊന്നുമോന് എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും. എന്നിട്ടും അയാളെ തിരിഞ്ഞു നോക്കാതെ കിടന്നുറങ്ങി എന്ന് പറയുമ്പോൾ ഇയാൾക്കൊക്കെ തക്കതായ ശിക്ഷ നിയമത്തിൽ നിന്നും ഉണ്ടാകണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇതുപോലുള്ള ദുഷ്ട മനസ്സിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.